വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കും. ലോകമെമ്പാടും ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ്. ഈ ക്രിസ്മസ് കാലത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് ക്രിസ്മസിന്റെ സന്ദേശം എന്താണ് എന്നുള്ളൊരു വിചിന്തനം ആകാമെന്ന് വിചാരിക്കുന്നു. ക്രിസ്തുവിന്റെ ജനന സമയത്തെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ വേദപണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും യേശുവിന്റെ ജനനം ഒരു ചരിത്ര സംഭവമായിരുന്നു. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ച ഒരു മഹാസംഭവം. യേശുവിന്റെ ജനനത്തിന്റെ 600 മുതൽ 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെയും മീഖാ പ്രവാചകനിലൂടെയും മുന്നറിയിച്ച പ്രവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. സാമൂഹ്യ രാഷ്ട്രീയ അസ്ഥിരതയും അസ്വസ്ഥതയും നിറഞ്ഞ കാലത്തായിരുന്നു യേശുവിന്റെ ജനനം. റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലും ഹെരോദാവിന്റെ ഭരണത്തിലും അസ്വസ്ഥരും നിരാശരുമായിരുന്ന യഹൂദ ജനതയുടെ നടുവിലായിരുന്നു യേശു ജനനം കൊണ്ടത്. ഒരു രക്ഷകനെ അഥവാ മെശിഹായെ കാത്തിരുന്ന ജനങ്ങളിൽ യേശുവിന്റെ ജനനം മഹാസന്തോഷം ഉളവാക്കിയെന്ന് നാം വായിക്കുന്നു. എന്തായിരുന്നു യേശുവിന്റെ തിരുപ്പിറവിയുടെ മഹാ ഉദ്ദേശം? പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതിന്റെ അടയാളമായിരുന്നു യേശുവിന്റെ ജനനം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 നാം വായിക്കുന്നു. യേശുവിന്റെ ജനനം ദൈവ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു. കളങ്കിതമായിരുന്ന മനുഷ്യരാശിയിലേക്ക് ദൈവം പ്രവേശിച്ചത് യേശു മാനവനായി പിറന്നത് കാരണമാണെന്ന് നമുക്ക് പറയാൻ സാധിച്ചേക്കും. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് ഒരു സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹത്തിന്റെ മൂർത്തിഭാവമായിരുന്നു യേശു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ. ഗ്രീക്ക് ഭാഷയിൽ ഈ ദൈവസ്നേഹത്തിന് അഗപ്പേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗപ്പേ എന്താണ്? അത് അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിരുപാധികമായ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, വ്യവസ്ഥകൾക്ക് അതീതമായ സ്നേഹം എന്നൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ നിർവചനങ്ങൾക്ക് അതീതമായിരുന്ന ആ വേർഡ് നമുക്ക് പറയേണ്ടി വരും. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന ജനതയോട് ശത്രുക്കളെ സ്നേഹിപ്പാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവൻ അരുളി ചെയ്യുന്നു. യോഹന്നാൻ 13 34 മുതൽ 35 വരെ ഉള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന്. ക്രിസ്തുമസിന്റെ അന്തസത്യം ഇതുതന്നെയാണ്. അപരനെ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിപ്പാൻ കഴിയുക, മുൻവിധികളില്ലാതെ ചുറ്റുമുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുക, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന തൻ്റെ സഹോദരനോട് കാണിക്കുന്ന കരുണ, കരുതൽ, അശരണരോടും നിരാലംബരോടും കാണിക്കുന്ന അനുകമ്പ, സഹാനുഭൂതി, ഇതെല്ലാം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉളവായതിൻ്റെ ബാഹ്യ പ്രകടനങ്ങൾ തന്നെയാണ്. ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം അഥവാ അഗപ്പെ മറ്റുള്ളവരിലേക്ക് പകരാൻ നാം ഉത്സുകരാകാം. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലേക്ക് ഒരു തവണ കൂടി യേശുവിനെ വരവേൽക്കാം. മേ ഗോഡ് ബ്ലെസ് us all.